ഇതേ ചേലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താണ്ടല്ലോ നമ്മളെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് കിഴക്കോട്ടുള്ള റോഡുണ്ടല്ലോ, ആ റോഡിലൂടെ ഒരു 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താട്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ക്ഷേത്രം കാണാനോ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനോ അല്ല കേട്ടോ. ഈ വഴി പോയപ്പോൾ ഒന്ന് കണ്ട് കയറിയെന്ന് മാത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മറുവശത്തായിട്ടാണ് വല്യേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. മമ്മൂട്ടി അഭിനയിച്ച വല്യേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് വശത്തായിട്ട്, അതായത് ഒരു മന, ആ മനയിലാണ് കൂടുതൽ ഭാവം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മനയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുണ്ടല്ലോ ഒരാളോ ഒരു അച്ഛനക്കമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കാട് പിടിച്ച് കിടക്കുകയാണ് ആകെ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മറുവശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ആകെ കേൾക്കുന്നത് കുറേ കിളികളുടെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ്ട, ഇതാണ് മന കേട്ടോ. ആ ഷീറ്റൊക്കെ ഇട്ട് മറച്ചേക്കണുണ്ടൊക്കെ, അതൊക്കെ ആകെ പൊളിഞ്ഞ് പോയി കിടക്കേണ്ട. ഈ ഭാഗത്താണ് മമ്മൂട്ടി കാർ ഓടിച്ച് വന്ന് ഇറങ്ങി വരുന്ന സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് ഇതിനകത്ത് കുറേ സെറ്റൊക്കെ വേറെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സെറ്റൊക്കെ. ഇതേപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും സാധിക്കില്ല കേട്ടോ. ഈ ഗേറ്റൊക്കെ അടച്ചിട്ടൊക്കെയാണ് ഇവിടെ ആകെ ഇതുണ്ട്. ഇതൊക്കെ നേരെ കാണുന്ന ഒരു കെട്ടിടം കണ്ട, അത് ഷീറ്റൊക്കെ ഇട്ട് ആകെ മറച്ച് വെച്ചേക്കാണ്. അത് മേൽക്കൂരയൊക്കെ പൂർണ്ണമായിട്ട് തകർന്നു പോയി. അതിൻ്റെ ആകെ പൊടിഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ കിടക്കുന്നത്. കാരണം ഇതിന് നല്ല പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞ അവസ്ഥയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ആൾ താമസം അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഒരാളും കാണുന്നില്ല. നോട്ടക്കാരോ അങ്ങനെയുള്ള ആരുകളും ഇവിടെ ഇല്ല കേട്ടോ. ആദ്യം ഇവിടെ ഒരു നോട്ടക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ടത്. നമ്മളിപ്പോൾ ഈ വന്ന സമയത്ത് നോട്ടക്കാരൊന്നും ഇല്ല കേട്ടോ. അതായത് അതെ ശോഭന ഇറങ്ങി വരുന്ന സീനൊക്കെ കണ്ട നേരെ കാണുന്ന ആ ഒരു കെട്ടിടത്തിലാണ് ആ ഒരു സെറ്റൊക്കെ ഇട്ടിരുന്നത് കേട്ടോ. അവിടെ ഈ സൈഡിലുള്ള കെട്ടിടങ്ങളും അതേപോലെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്താണ് കേട്ടോ ഈ ചേലൂർ മല. കേരളത്തിലെ പ്രസിദ്ധമായ നമ്പൂതിരി തറവാടുകളിൽ ഒന്നാണ് എട്ടുകെട്ടോടുകൂടിയ ചേലൂർ മല. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ 3 ഉടമ കുടുംബങ്ങളിൽ ഒന്നാണ് ചേലൂർ മല. 1950കളിൽ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ 1840 ഏക്കർ ഭൂമി ചേലൂർ മനക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാലത്ത് എത്രയോ പ്രൗഢിയോടുകൂടി ഉണ്ടായിരുന്നൊരു സ്ഥലമായിരിക്കുമല്ലോ ഇത്, ഈ മനയും ഈ സ്ഥലമൊക്കെ. പക്ഷേ ഉണ്ടല്ല ഇപ്പോൾ എങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. നമ്മളിപ്പോൾ ആ മനയോട് ചേർന്നുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ പ്രതിഷ്ഠ. അപ്പോൾ ഈ കുളത്തിലും ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേർന്നൊരു കുളവും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിലാണ് പൂർണിമന വലിച്ചിടുന്നൊരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ സിനിമ കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കണ്ട, അന്ന് ഇതിൻ്റെ അകത്തൊരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു കൽപ്പടവുകളൊക്കെ ആകെ പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. അന്ന് ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ എന്തോ കാട് പിടിച്ച പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ വല്യേട്ടൻ എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമല്ല കേട്ടോ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതേകൂട്ട് തന്നെ തമിഴ് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ചേലൂർ മലിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ.